ഇന്ന് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആവശ്യമായ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് പാലെടുത്തിട്ട് 3 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തിട്ട് കട്ടകളൊന്നുമില്ലാത്ത രീതിയിൽ നമുക്കത് ഇളക്കിയെടുക്കാം കേട്ടോ. ഒട്ടും തരിയില്ലാത്ത രീതിയിൽ ഇളക്കി അത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ജ്യൂസാക്കിയത്, അതിനകത്തേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. ഒട്ടും കട്ടയില്ലാത്ത വിധം എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അടപ്പത്ത് വെച്ച് ഒരു ചട്ടിക്കകത്ത് ഇട്ട് നമുക്ക് കുറുക്കുക. കൈവിടാത്ത രീതിയിൽ വേണം ഇളക്കിക്കൊണ്ടിരിക്കാൻ, കരിയരുത് കേട്ടോ. എന്നിട്ട് നമുക്കൊരു പാത്രത്തിനകത്തേക്ക് പകർത്തി വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് പാലെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് തരിയില്ലാത്ത രീതിയിൽ നല്ലപോലെ ഇളക്കിയെടുക്കാം കേട്ടോ. ഇളക്കിയെടുത്തിട്ട് നമുക്കതിനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് വീണ്ടും അത് ഇളക്കുക. പിന്നെ ഇച്ചിരി വാനില എസൻസും ചേർത്ത് കൊടുത്ത് അത് നമ്മൾ വീണ്ടും അടപ്പത്ത് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. കൈവിടാതെ തന്നെ ഇളക്കണം, കരിഞ്ഞു പോകും അല്ലെങ്കിൽ. എന്നിട്ട് നമുക്ക് പല രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിനകത്തേക്ക് വെച്ച് കഴിയുമ്പോൾ സംഭവം റെഡിയായി.